സോ നെക്സ്റ്റ് ഇസ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ബെയിലറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോണത്. ബെയിലർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മളിപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, നമ്മളെ കടമകൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഫാക്ട്സ്. ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഡിഫക്ട്സ് ഈ ബെയിൽ ചെയ്യുന്ന ഗുഡ്സിനുണ്ടെങ്കിൽ അത് ആരെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്? ബെയിലിനെ അറിയിക്കണം. ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റും നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റും. ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റിൽ ബെയിലിക്ക് എന്ത് കൊടുക്കുന്നില്ല? നോ റെമ്യൂണറേഷൻ ഇസ് ഗിവൺ ടു ബെയിലി. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബെയിൽമെൻറ്റ് ആണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ ഗ്രാറ്റീഷ്യസ് ബെയിലർ ഇസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ് ടു ദ ബെയിലി all those defects of which he is aware and which expose the bailey to extraordinary risk. എന്തെല്ലാം അറിയോ, അതായത് ബെയിലിക്ക് എക്സ്ട്രാ ഓർഡിനറി റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഡിഫക്ട്സും അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇൻ സച്ച് എ കേസ് ബെയിലർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡാമേജസ് അറൈസിങ് ടു ദ ബെയിലി ഫ്രം സച്ച് ഡിഫക്ട്സ്. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നൊരു സംഭവമാണെങ്കിൽ ആ ഒരു കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഡിഫക്ട്സ് ഒന്നും പറയാതെ ബെയിലർ എന്ത് ചെയ്ത് ബെയിലിക്ക് ഗുഡ്സ് ബെയിൽ ചെയ്ത്, അങ്ങനെയുള്ളൊരു കേസിൽ എന്തെങ്കിലും ഡാമേജസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും എന്നാണ് പറയുന്നത്? ബെയിലർക്ക് തന്നെയായിരിക്കും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ടി വി റിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഷോക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ അങ്ങനത്തെ മെഷീൻസൊക്കെ കൊടുക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരെ അറിയിച്ചിരിക്കണം? ബെയിലിനെ അറിയിച്ചിരിക്കണം റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത്. അതിൽ അയാൾക്ക് വല്ല നഷ്ടം സംഭവിക്കുകയാണ് ബെയിലിക്ക്, ആ സമയത്ത് ആ നഷ്ടങ്ങളൊക്കെ ആര് വഹിക്കേണ്ടി വരും? ബെയിലർ വഹിക്കേണ്ടി വരും, ഇഫ് ഇറ്റ് ഈസ് എ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ്. ഓക്കെ, ഇനി നോൺ ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ് ആണെങ്കിൽ ദ ഡ്യൂട്ടി ഓഫ് എ ബെയിലർ ഇസ് മച്ച് ഗ്രേറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഹി മസ്റ്റ് സീ ദാറ്റ് ദ ഗുഡ്സ് വിച്ച് ഹി ഗിവ്സ് ഓൺ ഹയർ ആർ സേഫ് ആൻഡ് ഹി കനോട്ട് പ്ലീഡ് ദാറ്റ് he was not aware of the defects. If goods are bailed for hire, the bailer is responsible for damage even if he was not aware of the existence of such fault in the goods bail. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ഹയേഴ്സ് എ കാരേജ് ഓഫ് ബിൻ്റെ കാരേജ് ഹയർ ചെയ്തതാണ്. അപ്പോൾ ദ കാരേജ് ഇസ് അൺസേഫ്, ബി ഈസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അത്ര സേഫ് അല്ല എന്നുള്ള കാര്യം ബിക്ക് അറിയില്ലായിരുന്നു. എ ഇസ് ഇൻജുവേർഡ്. അപ്പം ശരിക്കും ബിക്ക് അറിയില്ല. എന്നിട്ട് ബി എന്ത് ചെയ്ത് എക്ക് ഇഞ്ചുറി പറ്റിയ സമയത്ത് ബി ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അതായത് ബെയിലർക്ക് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി വരിക. ഓക്കെ, അതാണ് നോൺ ഫാക്ട്സ് എപ്പോഴും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. Then second duty is duty to bear extraordinary expenses of bailment. അതായത് where the bailment is gratuitous and bailey is to receive no remuneration, bailer shall pay the bailey all necessary expenses incurred for the purpose of bailment. അപ്പോൾ എന്ത് എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതാര് ഇതാക്കണം എന്നാണ് പറയുന്നത്? ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിൻ്റെ കേസിൽ എല്ലാം ബെയിലർ വഹിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ബെയിലിക്ക് ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബെയിലേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ബെയർ ഓൾ സച്ച് എക്സ്പെൻസസ്. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ഡ്യൂട്ടി ഇസ് ഡ്യൂട്ടി ടു ഇൻഡെംനിഫൈ ബെയിലി. ഇനി ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഡ്യൂട്ടി ആർക്കാണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ബെയിലർ. അതായത് ഇവിടെ പറയുന്നത് സെക്ഷൻ 164 എ ബെയിലർ ഇസ് റെസ്പോൺസിബിൾ ടു ദ ബെയിലി ഫോർ എനി ലോസ് ഡ്യൂ ടു ഹിസ് ഇംപെർഫെക്റ്റ് ടൈറ്റിൽ ഇൻ ദ ഗുഡ്സ് ബെയിൽഡ്.
അതായത് ശരിക്കും ഉടമസ്ഥ എന്താ പറയുക ഓണർ അല്ലാത്ത അയാളായിരിക്കില്ല ശരിക്കും ഓണർ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇംപെർഫെക്റ്റ് ടൈറ്റിൽ ഓണർഷിപ്പിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളൊരു ഗുഡ്സാണ് ബെയിൽ ചെയ്തതെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനുള്ള നഷ്ടപരിഹാരം ആര് കൊടുത്തോളണം? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ബെയിലർ. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബെയിലി ഹാസ് എ റൈറ്റ് ടു ബി ഇൻറ്റെമ്നിഫൈഡ് ബൈ ദ ബെയിലർ വെൻ ദ latter's title is defective. ഇനി where both the bailer and a third party claim the article bailed, the bailee may either return the goods to the bailer or may file a suit in the court to decide the title, and in such cases the bailer is bound to indemnify the bailee all expenses incurred by the latter in bringing the suit. അതായത് ഇപ്പം ബെയിലർ ഒരു ഗുഡ്സ് ബെയിലിക്ക് കൊടുത്തു, അതിൻ്റെ ശരിക്കും ഉടമസ്ഥൻ ആരല്ല? ബെയിലറല്ല, ഒരു തേർഡ് പാർട്ടി വന്ന് ക്ലെയിം ചെയ്യാണ് ഇത് എൻ്റെ ഗുഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കേസിൽ ബെയിലിക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ബെയിലർക്ക് സാധനം തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കോടതിയിലൊരു കേസ് കൊടുക്കാം ആരാണ് ശരിക്കുള്ള ഓണറെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേസ് കൊടുക്കുന്ന സമയത്ത് എന്ത് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കോടതിയിൽ പോകുന്ന സമയത്ത് ചിലവുകൾ ഉണ്ടാവുമല്ലോ, ആ ചിലവുകൾ മൊത്തം ആര് വഹിച്ചോളണം? ബെയിലർ വഹിച്ചോളണം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് ഡ്യൂട്ടി ടു ഇൻറ്റെമ്നിഫൈ ബെയിലി. ദെൻ ഫോർത്ത് വൺ ഇസ് ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ് വെൻ ദ ബെയിലി റിട്ടേൺസ് ഗുഡ്സ് ആഫ്റ്റർ ദ പർപ്പസ് ഇസ് ഫുൾഫിൽഡ് ഓർ ദ ടൈം ഇസ് എക്സ്പയർഡ്, ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. അപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിലി ഗുഡ്സ് തിരിച്ചു തരുമല്ലോ, ആ സമയത്ത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. ഓക്കെ, ഇഫ് ബെയിലർ റിഫ്യൂസസ് ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്, അയാൾ ആ ഗുഡ്സ് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹീസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു ദ ബെയിലി ഹു ഇൻകേഴ്സ് എക്സ്പെൻസസ് ഇൻ മെയിൻറ്റെയിനിങ് ദ സെയിം. ആ സാധനം തിരിച്ചു കൊണ്ടുപോകാതെ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവ് ആര് കൊടുത്തോളണം? ബെയിലർ കൊടുത്തോളണം. ലാസ്റ്റ് വൺ ഡ്യൂട്ടി ടു ബെയർ ദ റിസ്ക്. അപ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു ബെയർ ദ റിസ്ക് ഓഫ് നോർമൽ ലോസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഗുഡ്സ് ബെയിൽഡ് ഇഫ് ബെയിൽമെൻറ്റ് ഹാസ് ടേക്കൺ ഇഫ് ദ ബെയിലി ഹാസ് ടേക്കൺ റീസണബിൾ കെയർ. ബെയിലി അത്രയും ശ്രദ്ധിച്ചിട്ടും എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുണ്ടാകുന്ന നോർമൽ റിസ്ക് ലോസൊക്കെ ഉണ്ടാവുമല്ലോ, ആ ലോസിന് എല്ലാം ഇതും ആര് വഹിച്ചോളണം? ബെയിലർ വഹിക്കുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു ബെയർ Bailer's duty to bear the risk of the normal loss. Okay, thank you.